നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വാസ്തുശാസ്ത്ര പ്രകാരം നമുക്ക് പക്ഷിമൃഗാദികൾക്ക് ഓരോ സ്ഥാനം പറയപ്പെടുന്നുണ്ട്. പട്ടിക്കൂടിന് പ്രധാനമായിട്ട് സ്ഥാനം എന്ന് വെച്ചാൽ തെക്ക് ഭാഗത്ത് യമകോണ് അല്ലെ യമരാശിയിലൊക്കെയാണ് പറയപ്പെടുന്നത്. യമദിക്കൊക്കെ പറയാം. അതുപോലെ തന്നെ പശുത്തൊഴുത്ത് ഗോശാലയ്ക്ക് പറയാം. ഗോശാലയ്ക്ക് വടക്കും കിഴക്കും ഉത്തമമായിട്ടാണ് പറയപ്പെടുന്നത്. മധ്യമായിട്ട് പടിഞ്ഞാറും പശുത്തൊഴുത്തൊക്കെ എടുക്കാറുണ്ട്. പിന്നെ തെക്കോട്ട് പശുത്തൊഴുത്ത് അങ്ങനെ എടുക്കാറില്ല. അതൊക്കെ ഒരു അധമായിട്ടാണ് പശുത്തൊഴുത്തിനൊക്കെ പറയപ്പെടുന്നത്. പിന്നെ ഈ ഒരു ജീവികളുടെയും കൂട് കന്നിമൂല ഭാഗത്ത് വരാൻ പാടില്ല. കന്നിമൂല വെച്ചാൽ സർപ്പങ്ങളുടെ ഏരിയ ഏറ്റവും ശുദ്ധമായിട്ടുള്ള സ്ഥലമായിട്ടാണ് തെക്ക് പടിഞ്ഞാറ് ഏരിയ എന്ന് വെച്ചാൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള സ്ഥലം. അവിടെ ഒരു കൂടുകളും വരാൻ പാടില്ല. പിന്നെ ഇപ്പം പലവിധ വളർത്തു ജീവികളെ എക്സോട്ടിക് പെറ്റ്സായിട്ടും ഒക്കെ പലരും വാങ്ങിച്ച് വളർത്താറുണ്ട്. ചിലതിനെയൊക്കെ വീട്ടിനകത്ത് വെക്കാറുണ്ട്. കഴിവതും ഇങ്ങനെയുള്ള ജീവികളെ വീട്ടിനകത്ത് വളർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ടെറസിന് ചുറ്റും നെറ്റൊക്കെ അടിച്ചിട്ട് അവിടെ വേണേൽ വളർത്താം. അതിന് പ്രത്യേകിച്ച് സ്ഥാനം നോക്കേണ്ട ആവശ്യമില്ല. ഈ പട്ടിക്കൂട് ഞാൻ പറഞ്ഞു കന്നിമൂലയ്ക്ക് പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വർജിക്കേണ്ട ഒരു സ്ഥലമാണ് അഗ്നികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അഗ്നികോണം എവിടെയാണ്? നമുക്ക് തെക്ക് കിഴക്കേ മൂല അഗ്നികോണ്. കന്നിമൂലയുടെ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടിട്ട് അഗ്നികോണിൻ്റെ പരിധി വിട്ട് നമുക്ക് ഈ പട്ടിക്കൂടൊക്കെ വെക്കാം. മറ്റ് ഈ പറഞ്ഞ പക്ഷികളുടെ മൃഗങ്ങളുടെ കൂട് വെക്കാം. അത് തെറ്റില്ല. വടക്ക് പടിഞ്ഞാറ് ദിക്ക് ഈ പറഞ്ഞ പട്ടിക്കൂട് മറ്റുള്ള ജീവികളുടെയൊക്കെ കൂട്ടിന് വളരെ ഉത്തമമായിട്ടാണ് പറയപ്പെടുന്നത്. ഗോശാലയ്ക്കും വടക്ക് പടിഞ്ഞാറ് ദിക്ക് നമുക്ക് മധ്യമായിട്ടൊക്കെ എടുക്കാറുണ്ട്. നമുക്ക് വടക്ക് കൃഷ്ണയുടെ വീടാണെങ്കിൽ വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് പട്ടികളെ മിക്കവാറും വീടിൻ്റെ രക്ഷ എന്ന രീതിയിലാണ് നമുക്ക് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് നമുക്ക് വെക്കാം. അത് തെറ്റില്ല. പക്ഷേ നമുക്ക് കിണറിൻ്റെയും കൂടെ നോക്കണം. കിണറുമായിട്ട് നമുക്ക് 7 മീറ്ററിൻ്റെ എങ്കിലും വ്യത്യാസം വേണം. പക്ഷിമൃഗാദികളുടെ കൂട് നമ്മൾ വെക്കുമ്പോൾ കിണറുമായിട്ട് 7 മീറ്ററെങ്കിലും മിനിമം ഒരു വ്യത്യാസം വരുത്തിയേ വെക്കാവൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഇതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ രോമങ്ങളൊക്കെ പറഞ്ഞെത്തി വീഴാനൊക്കെയുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കിണറുമായിട്ട് ഈ കൂടൊക്കെ വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പൂന്തോട്ടം അങ്ങനെയുള്ളവയൊക്കെ വെക്കുമ്പോഴും ഈ കൂടുമായിട്ട് ചെറിയൊരു വ്യത്യാസം വരുത്തി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് ഈ ടെറസിൽ വെക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിനകത്തൂടെ എൻട്രൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ അതിനൊരു വാതിലവലം കൊടുത്ത ശേഷം നമുക്ക് ജീവികളെയൊക്കെ നമുക്ക് ടെറസിൽ വളർത്താം. അതിനൊന്നും തെറ്റൊന്നുമില്ല. പ്രധാനമായിട്ടും ജീവികൾ ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ അവശിഷ്ടം അല്ലെ പക്ഷികളുടെയൊക്കെയുടെ കാഷ്ടമൊക്കെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ് കാര്യം. വൃത്തിയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. ഇത് നമുക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വാസ്തുമണ്ഡലമൊക്കെ തിരിച്ച ശേഷം വാസ്തുമണ്ഡലത്തിൻ്റെ പരിധിക്ക് പുറത്തായിട്ട് നമുക്ക് ഈ കൂടുകൾ ഒക്കെ നമുക്ക് കൊടുക്കാം. അതിനകത്ത് നമുക്ക് വിധികളൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞ പോലെ ഗോശാല ആയാലും പക്ഷിമൃഗാദികളുടെ ശാല അല്ലെ പക്ഷിമൃഗാദികളുടെയൊക്കെ കൂടുകളൊക്കെ സ്ഥാപിക്കുമ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.